Hey all, welcome to a new day in my life, a new start, a new chance, a new opportunity to shine. ഇന്നൊരു ഡേ ഔട്ട് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മമ്മ കിഡ്സ് ഡേ ഔട്ട്. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും ഹാപ്പിനെസ് തരുന്ന പരിപാടിയാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇറ്റ് ടു ദ വീഡിയോ. രാവിലെ തന്നെ 3 പേരെയും റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് പുറത്തിറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. ആ ഹറിബറി മൊമെൻറ്റ്സ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അബ്രോഡെല്ലാം സെറ്റിൽഡ് ആയിട്ടുള്ള ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പലപ്പോഴും ലൈഫിൽ ചെറിയ ചെറിയ സ്ട്രെസ് മൊമെൻറ്റ്സിലൂടെ എല്ലാം കടന്നു പോകാറുണ്ടല്ലേ. എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും ഇതുപോലെ അബ്രോഡെല്ലാം താമസിക്കുമ്പോൾ നമുക്കൊരു ഫാമിലി ടൈമൊന്നും അധികം കിട്ടാറില്ല. അതായത് നമ്മുടെ ഫാമിലിയിലൊരു കല്യാണം, ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റാറില്ല. നാട്ടിലാകുമ്പോൾ നമുക്ക് അതിനെല്ലാം പറ്റും. അത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റും ഒരു ലെസിയറെല്ലാം പോലെ തോന്നും. പക്ഷേ ഇവിടെ നമുക്ക് അതുപോലത്തെ സംഭവങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. റൂമിൽ വെറുതെ അടച്ചിട്ട് പൂട്ടിയിരിക്കാണ്ട് മക്കളെല്ലാം കൊണ്ട് ഇടയ്ക്ക് പുറത്തെല്ലാം പോവുക. ഒറ്റയ്ക്ക് പോവൽ ഭയങ്കര ടാസ്ക് അല്ലാന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരു തവണ പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു വിൽ എൻജോയ് ദിസ്. അഫ്കോഴ്സ് കുറച്ച് ടാസ്ക്കാണ് കുട്ടികളെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക. പിന്നെ ചെറിയ മക്കളെല്ലാകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിപ്പോകാനുള്ള ചാൻസസ് എല്ലാം ഉണ്ട്. പക്ഷെ അവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്ത് നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ കൂടെ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അത് മാത്രമല്ല, ഇതുപോലത്തെ മൊമെൻറ്റ്സിലൂടെ ഒരു മമ്മ കിഡ്സ് ഡേ ഔട്ടെല്ലാം നടത്തുമ്പം നമുക്ക് അവരും നമ്മളും തമ്മിലുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനും അത് ഭയങ്കര നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഷോപ്പിംഗ് മാളിൽ എത്തിയ പാടന്നെ ആദ്യം തന്നെ പോയത് ഹോം ബോക്സിലേക്കാണ്. ഒന്നും എടുക്കാനല്ല, വെറുതെ നോക്കാൻ വേണ്ടി പോയതാണ്. വെറുതെ എല്ലാം കാണുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം. പിന്നെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ഉണ്ടായിരുന്നു. ആക്ച്വലി ഈ മാളിൽ ഒരു 4 days ഓഫർ റൺ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇതുപോലെ ഷോപ്പിങ്ങിന് വന്നാൽ ഞാൻ ചെയ്യാറുള്ളത് ഫസ്റ്റ് തന്നെ എല്ലാ ഐറ്റംസും നോക്കി വെക്കും. നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം. ഇന്ന് മിസ്റ്റർ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ആദ്യം എല്ലാം നോക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഹസ്ബൻഡ് വന്നിട്ട് അതെല്ലാം ഇട്ട് നോക്കി ട്രയൽ ചെയ്ത് ഓക്കെ ആയിട്ട് എടുത്തു പോകുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് കൂടുതൽ ടൈം ലാഭിക്കാം. പിന്നെ അവർക്ക് അധികം ടൈം ഉണ്ടാവില്ല ഇതൊന്നും നോക്കി നടക്കാനും വേണ്ടിയിട്ട്. അപ്പം നമുക്കും അത് എൻജോയ് ചെയ്യാം. ഒറ്റയ്ക്കുള്ള കുറച്ച് സെൽഫ് ടൈമും കിട്ടും. ഇവിടെയെല്ലാം വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച പോലെയാണ്. ഒരു വീക്കെൻഡ് കിട്ടാൻ അവർ വെയിറ്റ് ആക്കി നിൽക്കും. എന്തിനു വെച്ചാൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ. എന്നാൽ ഹോം മേക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു വീക്കെൻഡ് കിട്ടാൻ അവരും വെയിറ്റ് ചെയ്ത് നിൽക്കും. അതെന്തിനാ വെച്ചാൽ പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഫാമിലിയിൽ ഈ 2 ആളുകൾ തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ ഈ 2 സിറ്റുവേഷൻസും ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. പിന്നെ നമ്മൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. ബിരിയാണി ആയിരുന്നു കഴിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇത് ചായ കുടിക്കുന്ന ടൈമാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഫുഡ് ഓർഡർ ചെയ്ത് വെച്ചുകൊണ്ടാണ് നമുക്ക് ബിരിയാണി കിട്ടിയത്. അപ്പോൾ കുട്ടികളെല്ലാം നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ബിരിയാണി എല്ലാം കഴിച്ചതിന് ശേഷം നേരെ അവരെ ഹെയർ കട്ടിന് വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. 3 പേരുടെയും ഹെയർ കട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് ടൈം അവിടെ പോയി കിട്ടി. പിന്നെ ഷോപ്പിംഗ് മാളിലെല്ലാം അവർ ഇന്ന് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ലാസ്റ്റ് അവരെ പാർക്കിൽ കൊണ്ടുപോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി. പിന്നെ അവർ ഷോപ്പിംഗ് മാളിൽ കൊണ്ടുപോകുമ്പം അവർക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അതായത് സ്നാക്ക്, ഇടയ്ക്ക് ഡ്രിങ്ക്സ് സംഭവങ്ങളെല്ലാം വാങ്ങി അവരെ നല്ല രീതിയിലൊന്ന് നിർത്തിക്കഴിഞ്ഞാൽ അവർ നമ്മളോട് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്യും. ഇതുപോലെ അവർക്കുള്ള ആ ഡേയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്തതിൻ്റെ റിട്ടേൺസ് അന്ന് തന്നെ കൊടുക്കുക. അതാണ് ഈ പാർക്കിൽ പോക്ക്. കാര്യം മക്കളെ സോപ്പിടാനുള്ള പരിപാടിയാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. നമുക്കും കുറച്ച് റെസ്റ്റ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഒരു പാർക്കാണ്. കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കളിക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ട്. ഞാൻ തന്നെയാണ് മിക്കവാറും കൊണ്ടുവരാറുള്ളത്. അവരിന്ന് നല്ല അടിപൊളിയായിട്ട് കളിച്ച് പിന്നെ കളിക്കുമ്പോൾ അവരെ വയ്യാലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കൊരു ഭാഗത്ത് നിന്ന് റെസ്റ്റ് എല്ലാം എടുക്കാം.
ഞാനവിടെ ഇരുന്നതായിരുന്നു. പക്ഷേ അധികം റെസ്റ്റ് എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം എൻ്റെ ചോട്ട ഇന്ന് നല്ല മൂഡിലായിരുന്നു. അവൾ ഒരേ ഓട്ടായിരുന്നു പാർക്ക് മൊത്തം. അപ്പോൾ അവളെ വയ്യാലെ ഓടാനുള്ളൊരു ടൈമേ ഇന്ന് കിട്ടിയിട്ടുള്ളൂ. കളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ടാണ് പോയത്. ഈവനിങ് ലേറ്റായിട്ട് ബിരിയാണി കഴിച്ചുകൊണ്ട് വയറ് നല്ല ഹെവി ആയിരുന്നു. അതുകൊണ്ട് നൈറ്റ് ഒരു ഫുഡും എടുക്കാൻ തോന്നുന്നില്ലായിരുന്നു. അതുകൊണ്ട് റൂമിൽ പോയിട്ട് ജസ്റ്റ് ഫ്രൂട്ട്സും ജ്യൂസെല്ലാം കഴിക്കാമെന്ന് വിചാരിച്ച്. ഇതൊക്കെ നമ്മൾ ഇന്ന് ഷോപ്പ് ചെയ്ത ഐറ്റംസാണ്. അപ്പോൾ ഇതോടുകൂടി വീഡിയോ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.